ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ചേട്ടനും ചേച്ചിയും മക്കളൊക്കെ ആയിട്ട് കുറച്ച് അമ്പലങ്ങളിൽ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഏറ്റുമാനൂരാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ചേട്ടൻ്റെ മക്കൾ. ഇത് നന്ദു, മറ്റേത് ദേവു. അപ്പോൾ ആദ്യം നമ്മൾ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ആദ്യം ഇപ്പോൾ ഏറ്റുമാനൂർ ഞങ്ങൾക്ക് അറിയത്തില്ല, ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു. അപ്പോൾ 7:30 പൊന്നാന അതിന് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എഴുന്നള്ളത്തായിരുന്നു. അപ്പോൾ അത് പാമ്പാടി രാജനായിരുന്നു ഫ്രണ്ടിൽ തിടമ്പൊക്കെ ആയിട്ട്. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരം ഒരു 4 മണി എന്തോ ആയപ്പോഴാണ് 4 മണിയായപ്പോൾ ഇറങ്ങിയത്. 4:45 ഒരു 5 ആയപ്പോഴത്തേക്ക് അങ്ങ് ചെന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ എഴുന്നള്ളത്തുണ്ടായിരുന്നു. എന്തോ ഭയങ്കര ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടായിരിക്കും. നമ്മൾ പിന്നെ ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും കടലക്കറിയൊക്കെ ചേച്ചി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു വഴിയിൽ റോഡ് സൈഡിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇഡ്ഡലിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ചോറ്റാനിക്കരയിലും പിന്നെ കൊടുങ്ങല്ലൂരും കൂടെ പോകണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വൈക്കത്തെ അമ്പലത്തിൽ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ലാസ്റ്റ് കൊടുങ്ങല്ലൂർ വന്നിട്ട് നമ്മൾ പിന്നെ നാരങ്ങ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നാരങ്ങയും പിന്നെ സോഡ വാങ്ങിച്ചു, തണുത്ത വെള്ളം കൂടെ വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ ഇരുന്ന് തന്നെ നാരങ്ങ വെള്ളം പിഴിഞ്ഞ് നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദൈവമാണ് ഇതിൻ്റെ എല്ലാം പ്രിപ്പറേഷന്. കൊടുങ്ങല്ലൂർ പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ചെറായി ബീച്ച്. അപ്പോൾ ഇവിടെ വരാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇവർക്ക് പിള്ളേർക്കാണെങ്കിൽ ബീച്ച് കാണണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്ക്. അങ്ങനെ നമ്മൾ ചെറായി ബീച്ചിൻ്റെ അവിടെ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഫുഡെല്ലാം വീട്ടിൽ നിന്ന് ചേച്ചി എല്ലാം രാവിലെ ഇന്നലെ രാത്രിയിലും എല്ലാം കൂടെ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഫുഡ് കഴിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കാക്കയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചോറൊക്കെ ഇങ്ങനെ കാക്കയ്ക്ക് ഇട്ട് കൊടുത്തു. ഞാൻ പറയാൻ ഇട്ട് കൊടുക്കണീന്ന് നമ്മൾ കഴിക്കുന്നതിന് തൊട്ടപ്പുറത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. സൂപ്പറാണ് കേട്ടോ, നല്ല കാറ്റൊക്കെ ആയിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ബീച്ചിൽ നട്ടുച്ചയായിരുന്നു, ഒടുക്കത്തെ വെയിലായിരുന്നു. ആ പൊരി വെയിലത്ത് നമുക്ക് ദൈവവും നന്ദുവും പിന്നെ ചേട്ടനും കൂടെ പോയി അവർ കുറച്ച് നേരം അവിടെ വെള്ളത്തിലേക്ക് നിന്ന് പിന്നെ ഞാൻ ചേച്ചി കൂടെ ഇങ്ങനെ കരയ്ക്ക് മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ തോർത്തൊക്കെ തലയ്ക്കൂടെ ഇട്ട് അപ്പോൾ എന്നോട് ചോദിച്ചു സെൽഫി എടുക്കുക. അപ്പോൾ ഞാൻ നല്ല വീഡിയോ എടുക്കുക. പിന്നെ എത്ര നേരം പറഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ കടലല്ലേ, അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം കടലിൽ പോയി എന്ന് കാലൊക്കെ നനച്ച് അവിടെ. പക്ഷേ കടലിനവിടെ നമുക്ക് ചൂടുണ്ടെങ്കിലും അത്രയും ആ കാറ്റടിക്കുന്നതിന് അത്രയും അറിയത്തില്ലല്ലോ. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഈ നെല്ലിക്ക ഉപ്പിലിട്ട് കഴിക്കാൻ ഇതിലൊരു കായലിൻ്റെ തീരത്ത് കൊണ്ട് നിർത്താമെന്ന് പറഞ്ഞു പോയ വഴിക്കൊരു കായലുണ്ടായിരുന്നു. പിന്നെ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ നെല്ലിക്ക ഉപ്പിലിട്ടതും ഒക്കെ ആയിട്ട് അപ്പോൾ കാല് നിറച്ച് മണ്ണൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം ഉണങ്ങാനൊക്കെ വിചാരിച്ച് നമ്മൾ പിന്നെ കുറച്ചുകൂടെ നല്ല തണലൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ ഇരുന്നു കുറച്ച് നേരം. അപ്പോൾ ഞാനും നന്ദും കൂടെ നെല്ലിക്ക് തിന്ന് ഭയങ്കര എക്സ്പ്രഷൻ ഇടിയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നൈറ്റിലെ ഫുഡ് കൂടെ കഴിച്ചു. നൈറ്റിലൊരു കോഴഞ്ചേരി വന്നിട്ടാണ് കഴിച്ചത്. നൈറ്റിലെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വെയിറ്റ് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ഓൾ.